ബാസേ, ഈ ഉമ്മ പറയുന്ന ബിസിനസ്കേ ആനക്കറിയാലോ, ഞാൻ അങ്ങനെ ഒന്നും ബിസിനസ്ക്കണ ആളല്ലാന്ന്. ഇതങ്ങനല്ല, ഞമ്മളെ മുഖം പോലും കാണാതെ ചെന്ന പാടെ ഞമ്മളെ പറ്റി മുഴുവൻ പറയാന്ന് പറഞ്ഞ ഇഞ്ഞോട് മാത്രല്ല, അവിടെ വരണ എല്ലാരെയും കാര്യങ്ങള് മണി മണി പോലല്ലേ തങ്ങൾ പാപ്പ പറയണത്. സംഗതിയൊക്കെ ചിലപ്പോ സത്യം ഉണ്ടാവും. എന്നാൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി 10,000 റുപ്യൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ മോനെ, 10,000 ചെലവാക്കാലെന്താ, കിട്ടാൻ പോണത് നിധിയല്ലേ, നിധി. ഈ ഭൂമിയിൽ അങ്ങനെ പലയിടത്ത് നിധി ഉണ്ടെന്ന് അന്റെ ഉപ്പാന്റെ വല്യപ്പ പറയണത് ഞാൻ കേട്ടിക്കണ്. പക്ഷേങ്കിൽ അത് കിട്ടാൻ ഓരോ യോഗം ഉണ്ടോലേ. ഞമ്മക്ക് യോഗം വന്നിട്ടുണ്ടെങ്കിലോ കിട്ടിയിട്ടില്ലെങ്കിൽ 10,000 റുപ്യ വെറുതെ പോയില്ല ഉമ്മ. അതൊക്കെ ശരിയാ. ഒരു 10,000 ഉണ്ടാക്കാൻ വേണ്ടി ഈ അമ്മ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നതിന് ബുദ്ധിമുട്ട് ഉമ്മാക്ക് മനസ്സിലാവൂ. ഞാനൊന്നുകൂടി ചോദിച്ചു നോക്കട്ടെ, 10,000-ന് പകരം 1,000-ൽ ഒതുക്കാൻ പറ്റുമെന്ന്. ആരാത്? ആരാന്ന്? അപ്പൊ സംഗതി ആഞ്ഞു പിടിച്ച രൂപ 10,000 പോരും അല്ലേ? എന്താണ് പോരാതെ പിന്നെ തള്ളക്കാക്രാന്തും മോനാമാന്തും അതിന്റെ ഇടയ്ക്ക് നമ്മൾ അന്തം കെട്ട് കുത്തിരുന്നാലേ ഉറുപ്പ്യ 10,000 കൊട്ടാവിയായി. ഇനി എന്ത് ചെയ്യും? 1-ാം നമ്പർ ഒരു ബേളി നമ്മളെ തലയിൽ ഇങ്ങനെ മുളച്ച് പൊങ്ങി വരുന്നുണ്ട്. എന്താണ് ഞാനൊരു ബുദ്ധി പറയാൻ. അതെ, ഞമ്മക്ക് ശാന്തമൻ ഇറക്കി ഒരു കളി കളിക്കാം. എങ്ങനെ എങ്ങനെ നിങ്ങൾ ഐഡിയ പറയും? ശാന്തമനെ കോലം കെട്ടിച്ച് നമ്മൾ ആദ്യം അങ്ങോട്ട് അയക്കണേ, ആയുഷ്മന്റെ മനസ്സ് മാറ്റാൻ. എങ്ങനെയുണ്ട്? പിന്നെ ഞമ്മക്കൊരു ഹംക്കിന് കൂടി സഹായത്തിന് കിട്ടുമെന്നുള്ളത് ഞാൻ ശാന്തമനോട് ചോദിച്ചിനി. ആളിന്നെത്തും. അനിയത്തിയായിരിക്കും. അല്ല, അനിയനാ. നമുക്ക് പറ്റിയ ആളന്നെയാ. സാമാന്യം നല്ല കുരുത്തക്കേടുണ്ട്. കണ്ടാൽ ആർക്ക് 2 പൊട്ടിക്കാൻ തോന്നി, പക്ഷെ പൊട്ടിക്കരുത് കേട്ടോ. മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ പായിച്ചപ്പോ നേരെ തൃശ്ശൂർക്ക് നാട് വിട്ടതാ. 1.5 കൊല്ലത്തിന് ശേഷം നേരെ വരുന്നിങ്ങട്ടാ. ആളൊരു പാവാട്ടാ. ആളെത്തി. എന്തുടെ ചെയ്ത് ഒരു ജാതി സ്ഥലമുള്ള. ഇതാണ് കക്ഷി. എന്താ പേര്? സുന്ദരൻ. എന്തുടെ ചെയ്ത് ഇതാ സുന്ദര. ഇനി മുതൽ ഇവര് പറഞ്ഞു കേട്ട് അനുസരിച്ച് ഇവിടെ നിന്നോളണം. ഇത് കുഞ്ഞാവ, ഇത് അംസുപ്പ. അപ്പൊ അടുക്കള എന്തിയേ? അതവിടെ. നല്ല തിന്നാവുകയാണല്ലേ. നിങ്ങളൊന്ന് ചീത്ത പറഞ്ഞ് ഒതുക്കി നിർത്തിയാ മതി, എന്തു പണി ചെയ്തോളൂ. പിന്നെ നാളെ ഞമ്മക്ക് ചെറിയ ഒരു പ്രച്ഛന്നവേശ മത്സരം ഉണ്ട്. ശാന്തമ്മയാണ് താരം. ഞാൻ ഈ കുന്ത്രടൊക്കെ ഒന്ന് മാറ്റി. മിക്കവാറും ഒരു വേഷത്തിന് ഇജും കോലം കെട്ടടി വരും. കുറെ കാലമായി ഒന്ന് മേക്കപ്പ് ഇട്ട് അഭിനയിച്ചിട്ട്. உமா ஒன்னுங்கிட்டு வரி. நீ இந்த வீட்டுக்கு யாரு? எந்த? ஓ, உங்களுக்கு தமிழ் தெரியாதா? நீ இந்த வீட்டுக்கு மருமகள் தானா? உங்களுக்கு குழந்தை பிறக்காதா? எந்த? அடியாத்தி, உங்களுக்கு குழந்தை பிறக்காதா? ചു ആരാ? ആരാ? അമ്മ, ഉങ്ങളുടെ മരുമകൾക്ക് இந்த നാൾ വരെയും കുളന്തേ പുറക്കാതെ. നിജമാവാ? എന്തൊക്കെയാ ഈ പറയണത്? ആന്റെ ഇംഗ്ലീഷ് ഒന്നും ഞമ്മക്ക് മനസ്സിലാവൂല. അപ്പൊ തമിഴ് മനസ്സിലാവില്ല, കട്ടി കുറയ്ക്കാം. അമ്മ അല്ല ഉമ്മ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മരുമകൾക്ക് ഇതുവരെ കുട്ടി കുളന്തേ ഉണ്ടായില്ല. അതങ്ങനെ അനക്ക് മനസ്സിലായി. മുഖലക്ഷണം പാത്താലേ എല്ലാം എനിക്ക് തരും.
അഞ്ച മുഖം പാത്തിട്ട് എനിക്ക് എന്താ മനസ്സിലായത്? എല്ലാമേ சொல்லிடாം. அதுக்கு முன்னாடி நான் இங்கே உட்காரட்டுமா? എന്താ ആരിട്ടണെന്ന്? ഞാൻ ഇங்கே ഇരിക്കട്ടുമാ? അങ്ങനെ നിങ്ങൾ കുത്തിരിക്കേ ഉങ്ങളുടെ കൈയൊന്ന് നീട്ട്. இந்த கையில அந்த கை ഞമ്മക്ക് ഇതൊക്കെ ആറാമാണ്. പക്ഷേ ഇത് இந்த கை ஆறாமல்ல, இந்த கை பாக்கிய கை. பெரிയൊரு பாக்கியம் உங்களை தேடி வருது. എന്ത് ഭാഗ്യം? അത് എനിക്ക് தெரியாது. ஏதாவது பாக்கியம் வருது சூചனை காமிக்கிறேன். ഇതേ പറ്റി இதுக்கு മുன்னாடி നിങ്ങളോട് யாரெങ്കിലും சொல்லியாச்சா? ഇതേ പറ്റി யாரெങ്കിലും ഉങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന്? എങ്കിലത് നിജത്താ, ഉറപ്പ്. കായ് ഇറക്കാതെ കിട്ടാമല്ല വകുപ്പുണ്ടോ? അതൊന്നും എനിക്ക് தெரியாது. அது சொல்லுறதுக்கு ஒராள் இங்க வரும். தெய்வம் ஒராளை பூமியிലേക്ക് அயச்சிருக்கு. அந்த திவ்யனோட ஜோலி தான் இதுதான். இந்த மண்ணினடியிலே நிதி எல்லாமே யாருக்கு சொந்தம்னு அவங்களுக்கு மட்டும் தெரியும். മൂപ്പർ ഇങ്ങോട്ടൊന്ന് വരികയാണെങ്കിൽ കായ്ക്ക് ചെലവില്ലാണ്ട് കിട്ടുമെന്ന് ചോദിച്ചു നോക്കായിരുന്നു. വരും, നിജമാ വരും. இந்த ചരട് இங்க வைக்குங்கோ. அந்த முனிவரியன் வந்தா காமிச்சிரே. அவருக்கு தெரியும் இது நிதிக்குள்ள சிம்பல் தான். கடவுளே காப்பாத்துங்கோ. வரட்டுமா? நிதி எல்லாமே கிடைக்கும், நிஜமா கிடைக்கும். കുഞ്ഞാവേ എവിടെ? നമ്മളാരകടിയെ വിളിക്കറ കുഞ്ഞാവേനെ. ഹൈ, എന്തുട്ടാ നിനക്കത്തെ നാവാട്ടം? ഏതര നീയേ? എന്തുട്ട് പോടാന്നാ? എങ്കട് നമ്മടെ ഗല്ലി വന്നെ കളിപ്പ് വേണ്ടടാ. നിന്നൊക്കെ വലിയ ഉടപ്പളെ വിടില്ലൊരു. എന്താ ഇവിടെ ഒരു കൽമ്പല്? സാന്തമ്മ ഇനി ഈ ഗടി നമ്മുടെ ചേച്ചിയായിരുന്ന. എന്റെ കണ്ണുമ്പോ തന്നെയല്ലേ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി ആളെ കൂട്ടാന്. ഹൈ, ചൂടാലിഷ്ടാ. ഞാനിപ്പോ എന്തുട്ടാ കാണിച്ചേ? കൂടെപ്പറമ്പിന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. നമ്മടെ ഗല്ലി പരിചയമില്ലാത്തല്ലോ എന്നാ നോക്കണെന്ന് താൻ തന്നെയല്ലോ പറഞ്ഞ. അതെ, അത് സാരല്ല. ഈ അടുക്കളയിൽ ചെന്ന് ലേശം കൂടി എന്തെങ്കിലുമൊക്കെ എടുത്ത് മുണുങ്ങ. കുറച്ചവിടെ വേസ്റ്റ് ബാക്കിണ്ട്, അതും കൂടെ ഒന്നിച്ച് കഴിക്കാനാ. ഇതിപ്പോ ബെയിലിമ കിടക്കണം മെത്തേനെടുത്തിട്ട് അട്ടമ കടത്തിന്ന് പറഞ്ഞ മാതിരിയാവുമല്ലോ. പോട്ടെ കുഞ്ഞാവേ, നമുക്ക് നേരാക്കി എടുക്കാം. അതൊക്കെ പോട്ടെ, പോയ കാര്യം തള്ളക്കിപ്പോ രണ്ടും കെട്ട മത്സരം. കക്ഷത്തിലിരിക്കുന്നത് പോവാതെ ഉത്തരത്തിൽ കിട്ടണമെന്നാ മോഹം. എന്നാ പിന്നെ ഞാനോ നോക്കട്ടെ. താത്താന്റെ കക്ഷത്തിലിരിക്കുന്ന 10,000 വെറുതെ കളഞ്ഞാ പിന്നെ നിങ്ങൾ രണ്ടാളും തന്നെ ജീവിച്ചിരിക്കണത്. ഞാനോ നോക്കട്ടെ. ഗ്രീം ബ്രൂം ഹ്രാം ആയുഷ്മാൻ ഭവ. അല്ലാ, പുറത്താരും കാണാനില്ല റബ്ബേ. കോളിമ്പല്ല വേണ്ട. അയ്യോ, ഇതല്ല മണി. ഇന്ന് ഞാൻ തകർക്കും. താടിയൊക്കെ അവിടത്തിലുണ്ടാവോ? ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ. എന്താ കൊടുത്താളേ? എന്നെ പിച്ചക്കാരനാക്കിയോടാ. അപ്പോ പ്രധാനപ്പെട്ട പാര പോയി. ഇനി തള്ളയെ സുഖമായിട്ട് വളച്ചൊടിക്കാം. ആരാ? മകളെ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടേ ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഭാഗ്യം. ഭാഗ്യ? അത് പിന്നെ, അതെ അതെ, ഭാഗ്യം. തിളങ്ങുന്ന ഭാഗ്യം. കാണുന്നു ഞാൻ ആ ഭാഗ്യത്തെ. ഒരു മുദ്രച്ചരടിന്റെ തിളക്കം ഞാൻ ഈ വീട്ടിൽ കാണുന്നു. പഠിച്ചോനെ കൊറത്തി പറഞ്ഞ ആളാങ്ങള്. ചരട് നമ്മളിപ്പം കൊണ്ടുവരാ. ഇതല്ല ചരട്. മഞ്ഞ നിറം,
ശുഭലക്ഷണം. ഏതെങ്കിലും ഒരു ദിവ്യൻ ഒരു നിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ യഥാർത്ഥ അവകാശി നിങ്ങൾ തന്നെ. ഈ തൊടിയിൽ ഞാനൊരു നിധികുംഭം കാണുന്നു. അതൊന്ന് എടുത്തു തരുമോ? കഴിയില്ല. ന സ്ത്രീ നിധികുംഭമർഹതി. ചില താന്ത്രിക വിധികളിലൂടെയല്ലാതെ അത് നേടിയെടുക്കുക അസാധ്യമാണ്. നിധിയെക്കുറിച്ച് ആദ്യം മൊഴിഞ്ഞവരാരാണോ അവർക്കായിരിക്കും അത് പുറത്തെടുക്കാനുള്ള അവകാശമുണ്ടാവുക. പിന്നെ ഒരു സ്ത്രീയായ നിങ്ങൾക്കും ആ നിധികുംഭം ഒറ്റയ്ക്ക് പുറത്തെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല. നാരി ഒറ്റയ്ക്ക് നഹീമർഹതി. കൂട്ടിന് ഒരാൺതുണ നിർബന്ധം. പിന്നെ മറ്റൊരു പ്രശ്നം, നിധികുംഭം കയ്യിലെത്തിയത് തുറന്നു നോക്കുന്നത് വരെ സ്ത്രീയായി പിറന്ന മറ്റൊരാൾ അത് കാണുകയോ സ്പർശിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിധികുംഭം വായുകുംഭമായി മാറും. മംഗളം ഭവതു. വരട്ടെ. ആയുഷ്മാ ഭവ. ഇത് രസമുള്ള പരിപാടി കേട്ടാ. കുടുക്ക് കിട്ട് കെട്ട് കൊടുക്ക്. ഇതിപ്പോ എത്ര കെട്ട് കെട്ടണം? 101 കെട്ട്. ഇന്നട ആയുഷ്മ വീണിയില്ലെങ്കിലേ കട്ടിട്ടാണെങ്കിലോ 10,000 ഞാൻ കൊണ്ടുവരും. ഈ കക്കണ കാര്യം നമുക്ക് വിടട്ടാ. ഓ, ഞങ്ങൾക്കൊന്നും ഈ പണി അറിയാത്ത പോലെ ഈ മുണ്ടാണ്ടിരുന്ന ഉറുക്കുണ്ടാക്കാൻ നോക്കും. നാളത്തേക്കുള്ളതാണ്. ആയുഷ്മാന്റെ ഫോണ്. ഇത് നിന്റെ ഫോണല്ലേ? ആയുഷ്മാന്റെ വിളിക്കണേ. ഹലോ, ആ ഇത് ഞാനാ. ഇതും ഞാനാ. എന്താ ആയുഷ്മാത്ത? ഞാൻ എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ച്. എന്തേ? തങ്ങൾ ഇന്നാളെ ഒരു നിധിന്റെ കാര്യം പറഞ്ഞില്ലേന്? നിധിയോ? എവിടെ? ഞമ്മളെ പറമ്പില്. അതെടുക്കണേല് 10,000 ഉറുപ്പിന്റെ കർമ്മം ചെയ്യണോലോ. അതിനെന്താ കായിന്റെ ആവശ്യമുണ്ടോ? വേണ്ട, ചെറുത്തുണ്ട്. ആ, നവാസിനോട് വിളിച്ചു വെച്ചോ വലിയ താല്പര്യല്ല. എളോനോട് പറഞ്ഞിട്ടുമില്ല. അവസാനം ഞാനവിടെ തീരുമാനിച്ചു എന്ത് കൊടുക്കാന്ന്. അല്ല പിന്നെ പോയാലോ ഒരു 10,000 അല്ലേ കിട്ടിയാലോ? പിന്നെ നമ്മൾ ആരാ? അപ്പൊ ഞങ്ങൾ മാണ്ടി പോലൊക്കെ ചെയ്യ്. നിധി കിട്ടിയാ പിന്നെ നമ്മളൊന്നും മറക്കരുത് കേട്ടോ. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കേ. ഏറ്റേറ്റി. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി തന്നെ നിധികുംഭം കുഴിച്ചു മൂടുന്നു. ഞാനുണ്ടാ. ഇതൊന്നും പോരണ്ട. ആന്തൂട്ട് വർത്താനാ. ഞാൻ വന്നപ്പോ എന്താ കുഴപ്പം? സാറിലെ പോന്നോട്ടെ. സഹായത്തിന് കുട്ടിച്ചാത്ത നല്ലത് എപ്പോഴും. തൊള്ള അടക്കി വെക്കാൻ കഴിയും മാത്രം പോന്നാ മതിയാ. ഹംസപ്പ ഈ അമ്മക്കിന് അതും പഠിപ്പിച്ചു കൊടുത്തോ.